ഹായ് അസ്സാം വലൈക്കും. ഈദ് മുബാറക്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖാണ്. നമ്മൾ കുറെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് എൻ്റെ പുതിയാപ്പിളിൻ്റെ വീട്ടിലേക്ക് നമ്മൾ എല്ലാവരും കൂടുന്ന പരിപാടിയാണ് കേട്ടോ. ഇതൊരു വലിയൊരു ആഘോഷം തന്നെയാണ്. ആ പെരുന്നാൾ പിറ്റേന്നാകുമ്പോൾ എല്ലാവർക്കും ഇത്ര ടൈമിൽ എത്തണോ, അതിനൊക്കെ ഫൈനും ഉണ്ടാവും. ഇത്ര സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനുണ്ട്. അപ്പോൾ വന്നവർ പിന്നെ വേഗം നറുക്കെടുക്കാണ്. ഈ നറുക്ക് വെച്ചാൽ പണീൻ്റെ നറുക്കാണ്. ഇത് നമ്മളെ വീട്ടിൽ ചെയ്യുന്ന പണികൾ ഉണ്ടാവില്ല. പിന്നെ ചോറ് പൊളിക്കാനുണ്ടാവും, ചോറ് വിളമ്പണം, പ്ലേറ്റ് കഴുകണം, പിന്നെ അതെടുത്ത് വെക്കണം, ടേബിൾ തുടക്കണം, പിന്നെ വീട് അടിച്ചു വാരി തുടക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു നടക്കുക. അങ്ങനെ ഇതാ ഓരോരുത്തർ വരുന്നുണ്ട്. എൻ്റെ മക്കൾ വരുന്നുണ്ട്. അത് നേരം വൈകിയതിന് ആദ്യം തന്നെ ഫൈനായിട്ട് ഐസ്ക്രീമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ കുറെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ മൂത്താളില്ലേനോള് പിന്നെ പുതിയാപ്പളിൻ്റെ വീട്ടിൽ പരിപാടി ഉണ്ടായിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പൊ ഈ പ്രാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ നല്ല എന്താ വെച്ചാൽ ഒരു വലിയ പരിപാടി തന്നെ എന്ന് പറയണം. അപ്പൊ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പും നല്ല തമാശകളും കുറേ ചിരിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. മക്കൾസൊക്കെ കൂടുന്നല്ലേ. ഇതിൻ്റെ ഇളച്ചൻ്റെ മോനുമാണ്. അങ്ങനെ ഇവര് ഐസ്ക്രീം ഒക്കെ കൊണ്ടുവരുന്നതൊക്കെ പിന്നെ പറയാതെ കൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് ഭയങ്കര ഓക്ക് കൈയൊക്കെ കൊടുക്കാണ്. അങ്ങനെ ജെസ്സിനാണ് ഇതൊക്കെ ഏൽപ്പിക്കുന്നത്. ഓളാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാവരെയും വിളിക്കലും പരിപാടി ഉണ്ടാക്കലും ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ് ഇപ്പം അത്. എല്ലാ കാര്യങ്ങളും ഓളാണ് ചെയ്യല്. ഓള് പറഞ്ഞ് ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നല്ലേ, നീ എന്നെ ബേബിനെ എടുത്തിട്ട് അമ്മായിക്ക് കൊടുക്കുന്നു. അങ്ങനെ അമ്മായി വാങ്ങി അങ്ങനെ എസിയാത്തൊക്കെ തന്നെ കൊടുക്കാണ് കുട്ടീനെ. ഓള് ഇപ്പം കാണുന്നുള്ളൂ കുട്ടീനെ. മോക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ മോളൊക്കെ കൊണ്ടുവന്ന് അപ്പം മോക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാണ്. ഇതൊക്കെ അവൾ തന്നെ ഉണ്ടാക്കിയതാട്ടോ. കുറേ മെനക്കെട്ട് ഉണ്ടാക്കിയതായിരുന്നു. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും ഓള് ഹാർഡ് വർക്ക് ചെയ്തിക്കണം. അത്രയും നല്ല ഭംഗിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോക്കുള്ള ഗിഫ്റ്റുകളാണിത്. അപ്പം ഞാനിതിൽ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഇടുന്നുണ്ട്. കുറേ സാധനങ്ങൾ ഉണ്ട് അതിൽ. അപ്പൊ നമ്മൾ പിന്നെ എടുത്തപ്പെടുന്നാകുമ്പോൾ കുട്ടികൾ കുറേ ആൾക്കാരുള്ളതല്ലേ. അപ്പോൾ നമ്മളിതൊക്കെ എടുത്ത് ഗിഫ്റ്റ് എടുത്ത് നോക്കി കഴിയുമ്പോൾ കുട്ടികളൊക്കെ അതിൽ ഇതാവും. അപ്പൊ അതിനെ കൊണ്ട് വേണ്ടാന്ന് വിചാരിച്ച് വീട്ടിൽ പോയിട്ട് ആക്കാന്ന് വിചാരിച്ചു. നാത്തൂൻ്റെ മരുമോളും മോനൊക്കെ വരുന്നുണ്ട്. ഇത് ഈ വീട്ടിലുള്ള മരുമോൾ തന്നെ, ചെറിയ മരുമോളാണ്. അതാണ് ഇവിടുത്തെ മൂത്ത മരുമോള്. പിന്നെ എല്ലാവരും പെരുന്നാൾ കഴിഞ്ഞാൽ ഓരോ വീട്ടിൽ പോയിട്ട് പിന്നെ ഇന്നത്തെ പരിപാടിക്ക് എല്ലാവരും മരുമക്കളൊക്കെ നിർബന്ധമായിട്ട് വരും. എല്ലാവരും വരും. ഒരു രസമാണ് കേട്ടോ. നല്ല രസം വെച്ചാൽ വൈകിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടി രസം ഉണ്ടാവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ പൈസ കൊടുക്കലും കുട്ടികളെ ഓരോ കോമിക്കുകളും ഉണ്ടാവും, പല കളികളും ഉണ്ടാവും. എല്ലാ മക്കളും ചെറിയ ഒരേ പ്രായം കുറേ മക്കൾ ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ ഓരോ കുറേ വികൃതികളൊക്കെ ഉണ്ടാവും. അപ്പൊ മോള് പറയാ എന്നോട് ഞാൻ പറഞ്ഞത് പെരുന്നാൾ പൈസ ഒക്കെ കിട്ടൂലേ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് മൂപ്പരിക്ക്. വേറെ മൂത്ത നാത്തൂനും പിന്നെ മക്കളും മരുമോളൊക്കെ വരാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് 1:30 എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവള് ടൈം വെച്ചത് 12:30 12:30 കഴിഞ്ഞ് 5 മിനിറ്റ് ആയിപ്പോയി ഞാൻ വരുമ്പോ തന്നെ. അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫൈൻ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ മൂത്തളിയനാണ്. പിന്നെ ഇവര് പള്ളിയിൽ ബാങ്ക് കൊടുത്തപ്പോ പിന്നെ പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നോരും ഇവരൊക്കെ 1:30 വരുമ്പോ പിന്നെ 1:30 എല്ലാവരും എത്തിട്ടോ. പിന്നെ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അസൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു ഹരത്തിന് എല്ലാവരും നേരത്തെ എത്തിയാൽ കുറേ പരിപാടികളും കുറച്ച് എല്ലാവർക്കും സംസാരിച്ചിരിക്കുക എന്നുള്ള ഒരു ലെവലിലാണ് ഈ പ്ലാനൊക്കെ ചെയ്യുന്നത്. കുട്ടികളൊക്കെ കൂടിയിട്ട് കുറച്ചു നേരം കളിക്കല്ലോ. കുട്ടികൾക്കൊക്കെ കുറേ കളികളൊക്കെ ഇഷ്ടമാണ്. അതിന് പ്രാവശ്യം ഗെയിമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നാത്തൂൻ്റെ ഒരു മരുമോളാണ് ഇത്. നാത്തൂൻ്റെ മരുവനാണ്. പിന്നെ അത് നാത്തൂൻ്റെ മോനാണ്. പിന്നെ എല്ലാവരും കൂടി ചോറുന്നായിരുന്നു. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ അടുത്ത പിന്നെ പെണ്ണുങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കാനും അത് പിന്നെ കുട്ടികൾക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ. അപ്പോഴാണ് ഇവിടെ എത്തുന്നത്. ലേറ്റ് ആയിട്ടുണ്ട് വരുമ്പോൾ. കാരണം ഉവ്വക്ക് സുഖമില്ലായിരുന്നു. നാത്തൂൻ്റെ മോൾ തന്നെ അത്. നാത്തൂനിക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ ലേറ്റ് ആയിക്കുന്നു വരുമ്പോൾ. അങ്ങനെ മക്കൾസൊക്കെ ഫുഡ് കഴിക്കുക. വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും പിന്നെ കാണിക്കുക കൈയോടൊക്കെ. അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അത് ഫ്രൂട്ട്സ് മുറിച്ച് വെച്ച് അങ്ങനെ ഏട്ടനും അനിയനും സംസാരിക്കുന്നുണ്ട്. പിന്നെ പെങ്ങളും എല്ലാവരും പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പുറം ഒരു തലക്ക് ചോറ് ഇടുന്നുണ്ട്. അത് വിളമ്പാനും എടുക്കാനും
ഒക്കെ ആൾക്കാരായതിനെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല. കാരണം ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വേഗം വേഗം ഓരോ പണി ഓരോരുത്തർ ഏറ്റെടുക്കും. കുട്ടികളെ നോക്കാൻ വരെ ആൾക്കാരുണ്ടാവും. അങ്ങനെ അതിപ്പോ ലെമൺ സ്പൂണിന്റെ ഗെയിമാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് ഇളച്ചന മോനാണ്. അങ്ങനെ ഫസ്റ്റ് കിട്ടുക ആർക്ക് കിട്ടുമെന്ന് വിചാരിക്കാണ്. അങ്ങനെ പെൺകുട്ടികളെ എടുക്കാണ്. അതാ അതിലിന്റെ പേരക്കുട്ടിക്ക് കിട്ടി ഫസ്റ്റ്. അപ്പൊ എനിക്ക് വേണമെന്ന്. നാത്തുവിന്റെ മോന്റെ കുട്ടിയാണ്, ഭയങ്കര വിറ്റാണ്. സ്പൂണ് വെച്ചിട്ട് കളിക്കണമെന്ന്. സ്പൂണ് ഒരു തൽക്കരം ഒരു തൽക്കരം പറഞ്ഞ മാതിരി. പിന്നെ ഭയങ്കര അതാ, ഒരാൾ കൈ പിടിച്ചിട്ട് നാരങ്ങ കൊണ്ടുവരുന്നത്. എനിക്കിത് കളിച്ചിട്ട് എന്റെ മതി, നല്ല രസമുണ്ട്. അങ്ങനെ ലെമൺ നമ്മൾ അവിടെ വെച്ചിട്ട് ഇവരെ കൊണ്ട് എടുപ്പിക്കാൻ വെച്ചു. അപ്പൊ മൂപ്പരെന്തൊക്കെ 2 എടുത്തു വന്നു. അപ്പൊ നാത്തുവിന്റെ മൂത്ത മോൻ വന്നിട്ടുണ്ട്. അവർക്ക് വേറെ പരിപാടി ഉണ്ടായതിനെ കൊണ്ട് ആണ് വന്നത്. അങ്ങനെ ലെമൺ സ്പൂൺ ഇവർക്ക് മത്സരമായിട്ട് അങ്ങനെ ഇതാക്കാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഭയങ്കര കൊസറുണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഗെയിം വേണം. എന്താ വെച്ചാല് അതിനാണ് എൻ്റെ പേപ്പർ ചിരിക്കുന്നത്. ഇവരെല്ലാരും ടീമായിട്ട് ഇടുമ്പോഴേ ഇന്റെ ഇതിൽ ആരും ഇല്ല കളിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര പ്രായമൊന്നുമില്ല, എനിക്ക് നാത്തൂന്റെ മക്കളെ കൂടെ കളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതങ്ങനെ ഗെയിം കളിക്കണ്ട. അപ്പൊ ഇവരൊക്കെ പറയുന്നുണ്ട് ആന്റിക്ക് കിട്ടാതാവട്ടെ. അതേപോലെ തന്നെ എന്റെ നാരക വീണുപോയി, അതിന് ഇവര് കളിയാക്കി ചിരിക്കുന്നുണ്ട്. എല്ലാരും അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പാരവെപ്പ് ഉണ്ടാവും. നമ്മള് നല്ല രസമാണ് കേട്ടോ എല്ലാരും കൂടി കൂടിയാല്. അത് പിന്നെ നമ്മളെ ഫാമിലി എന്നല്ല, എല്ലാ ഫാമിലിയിലും എല്ലാരും കൂടി കൂടുമ്പോഴുള്ള ഒരു രസം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കസാരക്കളി കളിക്കുന്നുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉള്ള ചെറിയ മക്കൾക്കൊക്കെ ഒരു അര ഹൈക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവർക്കൊക്കെ ഒരു രസമാണ്. അപ്പൊ പെരുന്നാൾ പിറ്റേന്ന് കൂടാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അത് അങ്ങനെ പെരുന്നാൾ പൈസ കൊടുക്കലൊടുങ്ങി. അപ്പുറത്തൊന്നും കൊടുക്കുന്നുണ്ട് ഇപ്പുറത്തൊന്നും കൊടുക്കുന്നുണ്ട്, ഒരു കഥയാണ്. നല്ല രസമാണ് അത്. എല്ലാരും വാങ്ങി എടുക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ വന്നോരെ പേരൊക്കെ ഇട്ട് വെച്ചിരുന്നു. എന്നിട്ട് അതിൽ ആരൊക്കെയാ ഫസ്റ്റ് കിട്ടാൻ നോക്കാം നമ്പർ. അങ്ങനെ നമ്പർ വായിച്ചു നോക്കുമ്പോ ഓളെ പിയാപ്പിൾക്ക് തന്നെയാണ് ഓളെ പിയാപ്പിൾക്ക് തന്നെയാണ് പിന്നെ പ്രൈസ് കിട്ടിയത്. രണ്ടാമത്തത് പിന്നെ ലിയക്കാണ് കിട്ടിയത്, ഒരു മോക്കാണ് കിട്ടിയത്. ഈ മൂന്നാമത്തെ ആയിരിക്കാണ് സെനക്കാണ്. ഞാൻ 3 കിട്ടിക്കുന്നു. പിന്നെ ഓരോരുത്തർക്ക് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെറിയനാൾക്ക് ഓരോന്ന് ചെയ്തതിനും അതിനൊക്കെ ഉള്ള ഒരു ഗിഫ്റ്റുകളാണ് ഇവള് കൊടുക്കുന്നത്. ഒക്കെ ഓളെ തന്നെ കേട്ടോ ഒക്കെ ചെയ്യല്. സ്പോൺസറൊക്കെ മൂപ്പര് തന്നെയാണ്. പ്രൈസൊക്കെ വാങ്ങിയിട്ട് ചെയ്യലും കൊടുക്കലൊക്കെ. അങ്ങനെ എല്ലാവർക്കും ഉള്ള പണിയെടുത്തോർക്ക് നോക്കിയോർക്ക് നിന്നോർക്കൊക്കെ ഉണ്ട് പ്രൈസ്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കും വേണം പ്രൈസ്. അപ്പൊ ഞാനാണ് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് പോയത്. അപ്പൊ അങ്ങനെ എനിക്കും കിട്ടി ഒരു പ്രൈസ്. അങ്ങനെ ഓരോരുത്തർക്ക് എല്ലാവർക്കും പിന്നെ ഓരോന്ന് പറയൂ. ഓരോ തീമൊക്കെ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പണിയെടുക്കണേന് ഒരാൾക്ക് ഇപ്രാവശ്യം പിന്നെ 3 പ്രാവശ്യമായി പിന്നെ കുട്ടികളെ നോക്കണ ഇതന്നെ കിട്ടണം. അപ്പൊ മൂപ്പരിക്ക് ഒരു സമ്മാനം. ഇത് അതേപോലെ നമ്മള് ഈദ് മുബാർക്ക് കുട്ടിയൊക്കെ കൊടുത്ത ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അതിന്റെ ഉള്ളിലൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. കാണുമ്പോഴത്തേനൊക്കെ അതിന്റെ മക്കളൊക്കെ വേഗം പൊളിച്ച് തിന്നാണ്ട് അതിൽ ചോക്ലേറ്റും അങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റംസ് ആണ്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ ഒരു രസമായിട്ട് ഇന്നലെ അങ്ങനെ ഒരു അടിപൊളി ഒരു ദിവസമായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ദിവസങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസങ്ങളാണ് അല്ലേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.